പുരുഷന്മാരിലെ വർണ്ണാന്തത അതായത് കളർ ബ്ലൈൻഡ്നെസ് ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തുകൊണ്ടായിരിക്കും ഇത്? നമുക്കൊന്ന് നോക്കിയാലോ. SSLC ബയോളജി 3rd ചാപ്റ്ററിൽ നമ്മൾ കണ്ണിനെ കുറിച്ചൊക്കെ പഠിച്ചു. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് കണ്ണിനെ ബാധിക്കുന്ന രോഗങ്ങൾ, അതായത് ഐ ഡിസീസ് എന്ന് പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു രോഗമാണ് കളർ ബ്ലൈൻഡ്നെസ് അഥവാ വർണ്ണാന്തത എന്ന് പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും ഈ കളർ ബ്ലൈൻഡ്നെസ് കൂടുതലായിട്ടും പുരുഷന്മാരിൽ കാണപ്പെടുന്നത്? കണ്ണിൽ കാണപ്പെടുന്ന കോൺ സെല്ലുകളിലെ പച്ച, ചുവപ്പ് എന്നീ കളറുകളെ കാണാൻ സഹായിക്കുന്ന പിഗ്മെന്റുകൾ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നത് എക്സ് ക്രോമസോമിലാണ്. നമ്മൾ കഴിഞ്ഞ പാഠങ്ങളിൽ പഠിച്ചു പുരുഷന്മാരിലെ ഒരു എക്സ് ക്രോമസോമാണ് ഉള്ളത്. ഈ ഒരു എക്സ് ക്രോമസോമിന് തകരാറ് സംഭവിക്കുന്നതുകൊണ്ട് തന്നെ കണ്ണിനെ പച്ച, ചുവപ്പ് എന്നീ കളറുകളെ കാണാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നു. ഇതുമൂലം കളർ ബ്ലൈൻഡ്നെസ് കൂടുതലായിട്ടും പുരുഷന്മാരിൽ കാണപ്പെടുന്നു. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം സ്ത്രീകളിലെ കളർ ബ്ലൈൻഡ്നെസ് അഥവാ വർണ്ണാന്തത വരാനുള്ള സാധ്യത എന്താണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക.